വായി നോക്കി നടക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ എന്തുകൊണ്ടാണ് കോഴി എന്ന് വിളിക്കുന്നതിന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും? ഒരുപാട് മൃഗങ്ങളും പക്ഷികളും ഉണ്ടായിട്ടും നമ്മൾ കോഴി എന്ന് വിളിക്കുന്നതിന്റെ പുറകിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്. എന്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹായ്, ഐ ആം ശരത്. ദിസ് ഈസ് 100 Days of Untold Story സീരീസ് A45. സ്റ്റോറീസ് ഇഷ്ടമായിട്ടും ഇത്രയും പേരാണ് ഫോളോ ചെയ്യാതെ കാണുന്നത്. നിങ്ങൾ ഫോളോ ചെയ്താലേ അത് എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. പക്ഷിവർഗത്തിൽ സ്വാന്, ബാൽഡീഗിള്, റോക്ക് പീജിയൻ ഇവയൊക്കെ അവരുടെ എൻ്റയർ ലൈഫിൽ ഒരു പാർട്ട്ണറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. അവരുടെ പേര് മരിച്ചാൽ അവരുടെ എൻ്റയർ ലൈഫിൽ അവർ ഒറ്റയ്ക്ക് തന്നെയായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. ബട്ട് അതേ പക്ഷിവർഗത്തിൽ വരുന്ന കോഴികൾ അല്ലെങ്കിൽ റോസ്റ്റേഴ്സ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇതുപോലെ വൺ പെയർ ഇമോഷൻ കോഴികൾക്ക് ഒട്ടും തന്നെ ഉണ്ടാവില്ല. എവല്യൂഷൻ സംഭവിച്ചിട്ടും ഹോർമോൺസ് കാരണവും ടെസ്റ്റോസ്റ്റെറോൺ ലെവൽ കൂടുതലും ആയതുകൊണ്ട് ഒരു ആൺകോഴിക്ക് അതിന്റെ കൂട്ടത്തിലുള്ള എല്ലാ പെൺകോഴികളെടുത്തും അട്രാക്ഷൻ തോന്നും. ടിഡ്ബിറ്റിംഗ്, അതായത് ഒരു പ്രത്യേക രീതിക്ക് സൗണ്ട് ഉണ്ടാക്കുക, ഒരു പ്രത്യേക രീതിയിൽ ബോഡിയിൽ മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടൊക്കെ അവന്റെ കൂട്ടത്തിലുള്ള പെൺകോഴികളെ അട്രാക്ട് ചെയ്തിട്ട് മേറ്റ് ചെയ്യും. എവല്യൂഷനും ഹോർമോണും കാരണമാണ് ശരിക്കും കോഴികളെ കോഴിത്തരം ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ കോഴി എന്ന് വിളിക്കുന്നത് ശരിക്കും ഹ്യൂമൻ ബിഹേവിയറിനെ ഒരു ബേർഡിന്റെ ബിഹേവിയർ ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ്. സോ കോഴിത്തരം കാണിക്കുന്ന ഒരു ഫ്രണ്ട്സിനെ നിങ്ങൾ ഈ റീൽ ഇപ്പൊ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് കോഴി എന്ന് വിളിക്കുന്നതിന്റെ പുറകിൽ ഇത്രയും വലിയൊരു സ്റ്റോറി ഉണ്ടായിരുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസിനായിട്ട് ഫോളോ ചെയ്യുക.